ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ പ്രത്യേകമായ ഒരു പഠന പരമ്പരയുടെ 51ാമത്തെ അവതരണത്തിലാണ്. നമ്മുടെ പഠന വിഷയം റോമർക്കെതിരെ ലേഖനം. റോമർക്കെതിരെ ലേഖനത്തിൽ നിന്നുള്ള 51ാമത്തെ അവതരണത്തിൽ നാം 3-ാം അധ്യായത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 20 വാക്യങ്ങളിലൂടെ പൗലോസ് അപ്പോസ്തലൻ സകലർക്കും ആവശ്യമായിരിക്കുന്ന നീതിയെക്കുറിച്ച് അവതരിപ്പിക്കുകയാണ്. നാം കണ്ടു 2-ാം അധ്യായത്തിൽ യഹൂദജനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വിധത്തിൽ കോടതി മുറിയിൽ അവരെ നിർത്തിക്കൊണ്ട് കുറ്റാരോപണങ്ങൾ നിരത്തി. അവർ തീർച്ചയായിട്ടും പ്രതികരിക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ ആ പ്രതികരണം നമുക്ക് കേൾക്കാം. യഹൂദജനങ്ങൾ പ്രതികരിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ ജനം, സ്വന്തം ജനം, കണ്ണിലെ കൃഷ്ണമണിയായിട്ട് വിളിക്കപ്പെട്ട വിശുദ്ധ ജനം, ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ജനം പ്രതികരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്രകാരം പൗലോസ് എന്ന അപ്പോസ്തലൻ അവർക്കെതിരെ കുറ്റാരോപണങ്ങൾ നിരത്തുമ്പോൾ, നിങ്ങൾ വാസ്തവത്തിൽ യഥാർത്ഥ യഹൂദനല്ല, നിങ്ങളുടെ പരിച്ഛേദനം കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല, നിങ്ങൾക്ക് ലഭിച്ച ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾ തട്ടിക്കളഞ്ഞു, പ്രയോജനപ്പെടുത്തിയില്ല എന്നെല്ലാം വ്യക്തമായി അവരുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. നാം നിരന്തരമായി കൂട്ടായ്മയ്ക്ക് പോവുകയും ബൈബിൾ വായിക്കുകയും ദൈവനെ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ നമ്മൾക്കെതിരെ നിന്നുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസിയല്ല, നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ആത്മീയ ജീവിതമല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം പ്രതികരിക്കും. അതുപോലെ യഹൂദജനം പ്രതികരിക്കുകയാണ്. ഒരു സാങ്കല്പിക എതിരാളിയെ നമുക്കിവിടെ കാണാം. ഒരു സംവാദം എന്ന നിലയിലാണ് 3-ാമത്തെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ പൗലോസിൽ നിന്ന് ഈ വാക്കുകൾ കേട്ട യഹൂദൻ ആദ്യമായിട്ട് പ്രതികരിച്ചു. 1-2 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് ആദ്യത്തെ പ്രതികരണം. എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനല്ല എന്ത് പ്രയോജനം? ഇതാണ് അവരുടെ ആദ്യത്തെ പരാതി. പൗലോസ് അപ്പോസ്തലൻ യഹൂദജനത്തിനെതിരെ പറഞ്ഞു. അതുകൊണ്ട് 2-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ വളരെ വിശദമായ രീതിയിൽ നമ്മളത് കണ്ടു. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, നീ അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. ദൈവത്തിന് വെറും കല്ലിൽ നിന്ന് അബ്രഹാമിൻ്റെ മക്കളെ ഉണ്ടാക്കാൻ പറ്റും. നിൻ്റെ ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾ, യഹൂദ പാരമ്പര്യവും യഹൂദ രീതികളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നീ ഒരിക്കലും ദൈവത്തിന് പ്രിയപ്പെട്ടവനല്ല. നിൻ്റെ പരിച്ഛേദന എന്ന ചേലാകർമ്മം പോലും നിന്നെ യോഗ്യനാക്കുന്നില്ല. അപ്പോൾ ന്യായമായി സംശയം, എന്നാൽ യഹൂദന് പിന്നെ എന്താണ് വിശേഷത? ഈ പരിച്ഛേദന കൊണ്ട് എന്ത് പ്രയോജനം? ആ ചോദ്യത്തിന് വ്യക്തമായിട്ട് തന്നെ പൗലോസ് ഉത്തരം പറഞ്ഞു. 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞ മറുപടി നിഷേധിക്കുകയായിരുന്നില്ല. പ്രയോജനമില്ലെന്നോ വിശേഷതയില്ലെന്നോ പറഞ്ഞില്ല. തീർച്ചയായും വിശേഷതയുണ്ട്, തീർച്ചയായും പ്രയോജനമുണ്ട്. യഹൂദനെന്ന നിലയിൽ നിങ്ങൾക്ക് നൽകി തന്ന അനുഗ്രഹം, നിങ്ങൾക്ക് തന്ന അവസരം പ്രയോജനമുള്ള അവസരമാണ്. പക്ഷെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ല. നിങ്ങളെ ദൈവം ആക്കി വെച്ച സ്ഥലത്ത് വളരെ വിശേഷതയുള്ളൊരു അനുഭവമായിരുന്നു. പക്ഷെ നിങ്ങൾ ആ വിശേഷതയ്ക്ക് ഒത്തവണ്ണം ജീവിച്ചില്ല. ദൈവത്തിൻ്റെ പ്രശ്നമല്ല അത്. നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു നിലയിലാണ് നിങ്ങളെ വെച്ചത്. കർത്താവിൻ്റെ പരിശുദ്ധമായ ശരീരമായ സഭയിലാണ് നിങ്ങളെ കൂട്ടിച്ചേർത്തത്. കർത്താവ് തന്നെയാണ് കൂട്ടിച്ചേർത്തത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് തന്നത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശുദ്ധമായ വചനത്തെ നിങ്ങൾക്ക് തുറന്നു തന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുന്ന സഭയിൽ നിങ്ങളെ ചേർത്ത് വെച്ചു. പക്ഷെ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ പഠിച്ചിട്ടില്ല. ഇപ്പോഴും പാല് കുടിക്കുന്ന അവസ്ഥയിൽ കിടക്കുകയാണ്. 10, 20, 30 വർഷമായി സഭയിൽ ചടങ്ങ് പോലെ വന്നു പോകുന്നു. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാണ്. ഇപ്പോഴും ഒന്നും അറിയാത്ത അവസ്ഥയിലാണ്. നിങ്ങൾ കർത്താവിൻ്റെ സഭയിലാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? പുതിയ ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെട്ടിട്ട് എന്ത് നേട്ടം, എന്ത് ഗുണം, ആർക്ക് പ്രയോജനം? നിങ്ങൾ ശരിക്കുള്ള പുതിയ വിശ്വാസിയല്ല എന്ന് നമ്മളോടൊരാൾ പറഞ്ഞാൽ വാസ്തവമായിരിക്കാം അത്. പക്ഷെ നാം പ്രതികരിക്കും. അപ്പോൾ ഇവർ ചോദിച്ചു, എന്താണ് വിശേഷത, എന്താണ് പ്രയോജനം? പോലീസ് തള്ളിക്കളഞ്ഞില്ല. പ്രയോജനമുണ്ടായിരുന്നു, സകല വിധത്തിലുമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഒന്നാമത് ദൈവം തൻ്റെ അരുളപ്പാടുകൾ നിങ്ങളുടെ പക്കൽ തന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവം എല്ലാവർക്കും കൊടുക്കില്ല. ദൈവത്തിൻ്റെ ജനത്തിന് കൊടുത്തു. ദൈവത്തെ അറിയാനുള്ള സംവിധാനം, കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നു. ഉള്ള മാർഗ്ഗം നിങ്ങൾക്ക് തന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് നിങ്ങൾക്ക് തന്നു. നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ പ്രകാശമായിരുന്നു. ആ കാട്ടിക്കിടക്കുന്ന മനുഷ്യൻ്റെ കയ്യിലുള്ള ചെറിയ മിന്നാമിന്നിങ് പോലെയുള്ള ആ മിന്നി കത്തുന്ന മങ്ങിയ വെളിച്ചമല്ല. നിൻ്റെ കയ്യിലുള്ളത് വലിയ പ്രകാശമായിരുന്നു. പക്ഷെ നീ അത് പ്രയോജനപ്പെടുത്തിയില്ല. ദൈവത്തെ കണ്ടെത്താൻ നിനക്ക് കഴിയുമായിരുന്നു. ദൈവം നിനക്ക് തന്നെ വെളിപ്പെടുത്തി. ഇതിൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും ഇതിൻ്റെ കൽപ്പനകൾ നിന്നെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ മശിഹയിലേക്ക് നിങ്ങളെ ആനയിച്ചു. അതിനുവേണ്ടിയുള്ളതായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവത്തിൻ്റെ നിരന്തരമായ സംരക്ഷണം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ ഇതുകൊണ്ട് ഒരു പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായില്ല. നിങ്ങൾ വിഗ്രഹങ്ങളുടെയും ഓരോ മരത്തിൻ്റെയും കല്ലിൻ്റെ കീഴിലും ഗുഹകളിലും ഓരോ രൂപങ്ങളും പണികളും ഉണ്ടാക്കി അവയുടെ മുമ്പിൽ വീണ് കിടന്നു. ഇങ്ങനെയൊരു ജീവിതത്തിനാണോ ദൈവം നിങ്ങൾക്ക് തൻ്റെ കൽപ്പനകൾ തന്നത്? ഒരു കാര്യം അപ്പോൾ പ്രത്യേകിച്ച് ഓർക്കുക,
അനുഗ്രഹങ്ങളും പദവികളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ വിജയം നേടണമെന്നില്ല. പല പ്രയോജനമുള്ള വിശേഷതയേറിയ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകാം, പദവികൾ നമുക്കുണ്ടാകാം. അതുകൊണ്ട് ജീവിതം വിജയിക്കണമെന്നില്ല. നല്ല വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ, ആ വ്യക്തിക്ക് തീർച്ചയായും വിദ്യാഭ്യാസം കുറവുള്ള മനുഷ്യനേക്കാൾ അനുഗ്രഹമുണ്ട്. അതിനേക്കാൾ കുറവുള്ള വിദ്യാഭ്യാസമുള്ളവനേക്കാൾ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഈ കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളവൻ കഷ്ടപ്പാടിലൂടെ ബുദ്ധിമുട്ടിക്കൊണ്ട് അവൻ ഈ കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളൂ എന്നുള്ളതും ആ അവസ്ഥ മറികടന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിയെന്ന് വരാം. മറുവശത്ത് വലിയ വിദ്യാഭ്യാസം 1ാം റാങ്കോടുകൂടി എല്ലാ പരീക്ഷകളിലും പാസ്സായി നിൽക്കുന്ന മനുഷ്യനെ കൊണ്ട് ഒരു പ്രയോജനം ആർക്കുണ്ടായെന്ന് വരില്ല. മറുവശത്ത് വളരെ കുറച്ച് മാർക്കേ ഉള്ളൂ, വളരെ കുറച്ച് വിജയമേ ഉള്ളൂ. പക്ഷെ അവൻ്റെ കഠിനാധ്വാനം, അവൻ്റെ സമർപ്പണം, നിരന്തരമായ അധ്വാനം, അവൻ്റെ സത്യസന്ധത, വിശ്വസ്തത അവനെ ഉന്നതത്തിൽ എത്തിച്ചെന്ന് വരാം. അതാണ് പലപ്പോഴും കാരണം നമ്മൾ കായിക വിനോദങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഒരു മനുഷ്യന് എല്ലാ തരത്തിലുള്ള നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടാകാം, വേറൊരു മനുഷ്യൻ അത്രയും കുറവായിരിക്കാം, അത്രയും ഉണ്ടായിരിക്കില്ല. പക്ഷെ അവൻ കഠിനാധ്വാനിയാണ്. നിരന്തരമായി കഠിനാധ്വാനം കൊണ്ട് കുറവുള്ള തൻ്റെ ആരോഗ്യനിലയെ മറികടന്നുകൊണ്ട് ഉന്നത വിജയം നേടുന്നു. ഇവിടെ ഒരു പദവി കിട്ടി, ഒരു സ്ഥാനം കിട്ടി എന്നുള്ളതുകൊണ്ട് വിജയം ഉറപ്പല്ല. യഹൂദജനത്തിൽ സംഭവിച്ചതാണ്. അവർക്ക് വളരെയധികം പ്രയോജനകരമായ സവിശേഷമായ അനുഗ്രഹങ്ങളുടെ മടിത്തട്ടിലാണ് ദൈവം വരെ വെച്ചത്. യഹൂദ എന്ന പേര് തന്നെ ഉന്നതമായൊരു അനുഗ്രഹത്തിൻ്റെ അവസ്ഥയാണ്. ദൈവഭൂമിയിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, കണ്ണിലെ കൃഷ്ണമണിയാണ്. എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കൊടുത്തു. പക്ഷേ അതനുസരിച്ച് അവരതൊന്നും ഉപയോഗപ്പെടുത്തിയില്ല. ദൈവം കൊടുത്ത വിശേഷതയേറിയ അനുഗ്രഹത്തിൻ്റെ സ്ഥലത്ത് അവരെ ആക്കി വെച്ചിട്ടും അതൊന്നും അവർ പ്രയോജനപ്പെടുത്തിയില്ല. ഇന്ന് അനേകങ്ങൾക്ക് സംഭവിക്കുന്ന അവസ്ഥയാണ്. കർത്താവിനോടുകൂടെ നടക്കാൻ, കർത്താവിനെ അറിയാൻ അവസരം കിട്ടിയിട്ടും കർത്താവിനെ അനുഭവിച്ചറിയാൻ, അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നില്ല. ഇന്നും നിരാശയും പെറുപെറുപ്പുമാണ്. കർത്താവിൻ്റെ സഭയിലാണ് എന്ന് കർത്താവ് തന്നെ ചേർത്ത് വെച്ചിട്ട് പോലും സത്യസന്ധമായ സമാധാനമോ സന്തോഷമോ ആത്മീയ ജീവിതത്തിൻ്റെ ഔന്നിത്യങ്ങളോ ഒന്നും കീഴടക്കാൻ പറ്റുന്നില്ല. പിശാചിന്റെ മുമ്പിൽ തോറ്റുകൊടുക്കുകയാണ്. അതിന് ദൈവത്തെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഇപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ച് അവർ പരാജയപ്പെട്ടു. അവരുടെ കയ്യിൽ ദൈവം പരമേൽപ്പിച്ചു ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്ന വാക്കാണ് ഉപയോഗിച്ച് അവരുടെ കയ്യിൽ പരമേൽപ്പിച്ചു. അവർ സ്വന്തമായി നേടിയതല്ല, അവരുടെ കയ്യിൽ പരമേൽപ്പിച്ചതാണ്. ദൈവം അവരെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. അതൊരു കാര്യവിചാരകത്വമാണ്. ദൈവം ഏൽപ്പിച്ചത് ദൈവത്തിൻ്റെതാണ്, അവരുടേതല്ല. ദൈവം നമുക്ക് നൽകി തന്ന പുതിയ ഉപദേശം ദൈവത്തിൻ്റെതാണ്, നമ്മുടേതല്ല. നമ്മളെ നല്ല കാര്യവിചാരകന്മാരെ കാണാൻ ആഗ്രഹിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് നമ്മുടെ സ്വന്തമല്ല. ഇത് കൈകാര്യം ചെയ്യുന്നതിൽ ദൈവം കണക്ക് ചോദിക്കും. ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അവർ ഒരിക്കലും നല്ല കാര്യവിചാരകന്മാരായിരുന്നില്ല. ദൈവത്തിൻ്റെ വചനം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചുവെങ്കിലും ആ വലിയ ഉപനിധി, ആ വലിയ നിക്ഷേപം അവർ മറന്നു കളഞ്ഞു, ഉപേക്ഷിച്ച് കളഞ്ഞു. ഒരു പലയിടത്ത് ഇട്ടിട്ട് പോയി, അത് പരിഗണിച്ചില്ല. പഴയ നിയമത്തിൽ തന്നെ 2 ദിനവൃത്താന്തം 34-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 33 വാക്യങ്ങളിൽ യോശിയാവ് എന്ന് പറഞ്ഞ രാജാവിൻ്റെ ഭരണകാലത്ത് ദേവാലയം അറ്റകുറ്റപ്പണി നടത്തുമ്പോഴാണ് അവർക്ക് ന്യായപ്രമാണത്തിൻ്റെ ചുരുൾ കണ്ടെത്തുന്നത്. അതുവരെ ആ ദേശത്ത് അത് ഇല്ല, നഷ്ടപ്പെട്ടു. ആരും അത് ചിന്തിക്കുന്ന പോലുമില്ല. ദൈവം ഈ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് യോശിയാവ് എന്ന രാജാവിൻ്റെ കാലത്ത് ദേവാലയ അറ്റകുറ്റപ്പണി നടത്തുന്ന സമയത്ത് ആലയത്തിൽ നിന്ന് അതിൻ്റെ ചുരുൾ കണ്ടെത്തി. അവരത് വായിക്കുകയും മറ്റും വലിയ രൂപാന്തരം, മാനസാന്തരമൊക്കെ നാട്ടിലുണ്ടാവുകയും ചെയ്തതായിട്ട് നമുക്കറിയാം. 2 ദിനവൃത്താന്തം 34-ാം അധ്യായം 14 മുതൽ 33 വരെ. കർത്താവ് യേശുവിൻ്റെ കാലത്തിലേക്ക് നോക്കിയാലും ഇത് തന്നെയാണ് സംഭവം. ദൈവം അവർക്ക് കൊടുത്ത വിശുദ്ധമായ മാർഗങ്ങൾ, ദൈവത്തിൻ്റെ വിശുദ്ധ വഴികളെല്ലാം മറന്നു കളഞ്ഞിട്ട് സ്വന്തമായ ആചാരാനുഷ്ഠാനങ്ങൾ എഴുതിയുണ്ടാക്കി അതിന് പ്രാധാന്യം കൊടുത്തു. മത്തായി 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യം, മർക്കോസ് 7-ാം അധ്യായം, ഇവിടെയൊക്കെ നമുക്കത് കാണാം. ദൈവകൽപ്പനകളെ തള്ളിക്കളഞ്ഞു. മാനുഷ്യ കൽപ്പനകൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു. ഇപ്പോൾ ദൈവവചനം, ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതായ, പരമേൽപ്പിച്ചതായ തൻ്റെ അരുളപ്പാടുകളെ തള്ളിക്കളഞ്ഞു. യഹൂദ നേതാക്കന്മാർ, അവരോട് കർത്താവ് വ്യക്തമായി ചോദിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം, മർക്കോസ് 12:24 ക്രിസ്തു അവരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് ചോദിച്ചത്: നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്? തിരുവെഴുത്തുകളും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാൻ തിരുവെഴുത്തുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് പരിശോധിച്ചാൽ അറിയാം. അത് പരിശോധിക്കുകയോ, അത് അറിയുകയോ, പഠിക്കുകയോ, ധ്യാനിക്കുകയോ, ചിന്തിക്കുകയോ ചെയ്യാതെ തെറ്റായ പല ചിന്താഗതികൾ കൊണ്ട് നടക്കുകയാണ്.
സത്യമറിയാനുള്ള സംവിധാനം കയ്യിലുണ്ടായിട്ടും അത് ഉപയോഗിക്കുന്നില്ല. വഴിതെറ്റിപ്പോയ മനുഷ്യർ വഴി കണ്ടാത്തുള്ള മാപ്പ് കയ്യിലുണ്ടായിട്ടും അതിനുള്ള വടക്ക് നോക്കിയന്ത്രം കയ്യിലുണ്ടായിട്ടും ശരിയായ ദിശയിലേക്ക് ജീവിതം തിരിച്ചുവിടാൻ കഴിയുന്നില്ല. എന്തൊരു മൂഢത്തരമാണ് മനുഷ്യജീവിതങ്ങൾ. കർത്താവ് യേശുവിൻ്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദൻ എന്നുള്ള നിലയിലുള്ള അവസ്ഥ എന്താണ്, വിശേഷത എന്താണ് വാസ്തവത്തിൽ? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒന്നാമത് നിങ്ങളുടെ കയ്യിൽ ദൈവം തൻ്റെ അരുളപ്പാടുകൾ പരമേൽപ്പിച്ചെന്ന് പറയുമ്പോൾ അത് മാത്രമേ ഒന്നാമതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി പലതുമുണ്ട്. അപ്പോൾ അവരുടെ ചോദ്യം, ഞങ്ങൾ യഹൂദൻ എന്നുള്ളതിൽ വിശേഷത എന്ത്, പരിച്ഛേദന കൊണ്ടുള്ള പ്രയോജനം എന്ത്? റോമലേഖനം 9-ാം അധ്യായത്തിൽ ഈ പ്രയോജനങ്ങളുടെ പട്ടിക നിരത്തും. റോമർ 9-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വാക്യങ്ങളൊന്ന് കേൾക്കാം. വിശദമായി നമ്മൾ അധ്യായത്തിൽ എത്തുമ്പോൾ പഠിക്കാം. ജലപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോടുകൂടെ വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അപ്പോൾ തൻ്റെ ചാർച്ചക്കാർ ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി താൻ ഏതറ്റം വരെ പോകാൻ തയ്യാറാണ് പൗലോസ് എന്ന് പറഞ്ഞാൽ. അവർ ഇസ്രയേലിയർ. അവിടെ അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് നോക്കുക. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും ഇത് ദൈവമായി എന്നേക്ക് വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ ആരാണ് യഹൂദൻ? അവൻ്റെ പദവി എന്താണ്? എഫേസ്യർ 2-ാം അധ്യായം 11 മുതൽ 15 വരെ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലുള്ള വിശ്വാസികളോട് പറയുമ്പോൾ പുറജാതികളെ യഹൂദന്മാരിൽ വേർതിരിച്ച് നടിച്ചവർ ഇടിച്ചു കളഞ്ഞുകൊണ്ട് കാലുകളിൽ വെച്ച് കർത്താവ് എല്ലാവരെയും ഒന്നാക്കിയ വലിയ ശുശ്രൂഷയെക്കുറിച്ച് പരാമർശിക്കും. ഇവിടെ യഹൂദന്മാരോട് യഹൂദന്മാരോട് അല്ല, യഹൂദന്മാരിൽ നിന്ന് അകന്നു നിൽക്കുന്ന പുറജാതികളോട്, പുറജാതികളുടെ പ്രകൃതിയാലുള്ള അവരുടെ അവസ്ഥകളെക്കുറിച്ച് പൗലോസ് സംസാരിക്കുകയാണ്. എഫേസ്യർ ലേഖനം 2-ാം അധ്യായം 11 മുതൽ പുറജാതികളോടാണ് സംസാരിക്കുന്നത്. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ, അത് യഹൂദനാണ്, ആ പേരുള്ളവരാൽ അഗ്രജന്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു ജാതികളെ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾ കന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്ത് ദൈവമില്ലാത്തവരായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉള്ളവരാണ് യഹൂദൻ. പ്രജാതികൾ ഇതൊന്നുമില്ല. മുമ്പേ ദൂരസ്ഥരായ നിങ്ങളിപ്പോൾ ക്രിസ്തു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരാണ്. യഹൂദന്മാർ സമീപസ്ഥരാണ്. ദൈവം അവരുമായിട്ട് ഉടമ്പടി ചെയ്തത്. പ്രജാതികൾ ദൂരസ്ഥരാണ്. ക്രിസ്തു എന്ത് ചെയ്തു? അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുവശത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം നല്ല ജഡത്താൽ നീക്കി വേർപാണ്ട് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുവശത്തെ തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാൻ കർത്താവ് യേശു ക്രൂസിൽ വെച്ച് 2 വശത്തെ ഒന്നാക്കി പുതിയ ശരീരമായി സഭയായി അതിനെ ഒന്നാക്കി. ഇപ്പോൾ യഹൂദൻ്റെ വിശേഷങ്ങൾ എന്താണ്? 13 പെട്ടെന്ന് പറയാം. ഒന്ന്, അവർ ദൈവത്തിൻ്റെ ജനമാണ്. യഹൂദന്മാർ ദൈവത്തിൻ്റെ ജനമാണ്. പഴയമലത്ത് ആവർത്തന പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് ഇങ്ങനെ നമുക്ക് വായിച്ച് കേൾക്കാം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് മോശയിലൂടെ എഴുതപ്പെട്ടത്: നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകും. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തമായിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെയും ഇതേ വിശേഷണം കൊണ്ട് പത്രോസ് അഭിസംബോധന ചെയ്യും. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിലും ഈ വിശേഷണം നമുക്ക് കേൾക്കാം. പുറപ്പാട് 19-ന്റെ 3 മുതൽ 6 വരെ. മോശ ദൈവത്തിനടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ചു പറഞ്ഞത്: നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്തെന്നാൽ, ഞാൻ മിസ്രൈമിനോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയത് നിങ്ങൾ കണ്ടുവല്ലോ. അതായത് നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇതാണ് ദൈവജനം. ലോകത്ത് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒന്നാമത്തെ ഏറ്റവും വലിയ പദവി, നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്. നിങ്ങൾ ഈ നമ്മുടെ പൗരത്വം ലോകപ്രകാരമുള്ളതല്ല, നാം ദൈവത്തിൻ്റെ മക്കളാണ്. രണ്ടാമത് റോമലേഖനം 3:2 പറഞ്ഞത് തന്നെയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മുടെ കയ്യിൽ തന്നു, പരമേൽപ്പിച്ചു. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ കണ്ടതൊരു ഉത്തരവാദിത്തമാണ്. മൂന്നാമത്, ദൈവത്തിൻ്റെ വിശ്വസ്തത തൻ്റെ ജനത്തിന് മേലുണ്ടായിരുന്നു. റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് പിന്നീട് ചോദിക്കും, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ദൈവം തൻ്റെ ജനത്തോടൊന്നും വിശ്വസ്തനാണ്. ആ വിശ്വസ്തത അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് ദൈവജനം. നാലാമത്, ദൈവത്തിൻ്റെ സത്യസന്ധത. 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം: നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുവാനും നിൻ്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എഴുതിയിരിക്കുന്ന പോലെ ദൈവം സത്യവാൻ. ദൈവത്തിൻ്റെ സത്യസന്ധത തൻ്റെ ജനത്തിന് വേണ്ടിയുള്ളതാണ്.
അതനുഭവിച്ചവരാണ് ദൈവജനം. 4 ദൈവത്തിൻ്റെ നീതി, 3:5. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ ഈ വാക്യങ്ങളൊക്കെ വിശദമായി നമ്മൾ പഠിക്കാനുള്ളതാണ്. നാം തൽക്കാലം വായിക്കുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്ത് പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ദൈവം തൻ്റെ ജനത്തോട് നീതിയോട് ഇടപെടും. ആ നീതി അനുഭവിക്കാൻ കൃപ ലഭിച്ചവരാണ് ദൈവജനം. 5-ാമതായി ദൈവത്തിൻ്റെ 3-ാമധ്യായം റോമർ 3:6. ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഭോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായെങ്കിൽ പാപി എന്ന് വിളിക്കുന്നത് എങ്ങനെ? ദൈവത്തിൻ്റെ ന്യായവിധിയും ദൈവത്തിൻ്റെ ന്യായവും ലഭിച്ചവരാണ് ദൈവജനം. 7-ാമതായി ദൈവത്തിൻ്റെ മഹത്വം ലോകത്തോട് വിളിച്ചു പറയേണ്ടവരാണ് ദൈവജനം. ദൈവത്തിൻ്റെ മഹത്വം ലോകത്തോട് അറിയിക്കേണ്ടവരാണ്. റോമർ 9:4 കണ്ടതുപോലെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അവകാശികളാണ്, അതിൻ്റെ സംരക്ഷകരാണ് ദൈവജനം. നിയമം നൽകപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ സേവനത്തിനായി നിയോഗിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ അവകാശിയാണ്. പൂർവ്വപിതാക്കന്മാർ അവരുടെ നടുവിൽ നിന്നാണ്. അവർ മശിഹായുടെ ജനമാണ്. ഇപ്രകാരമുള്ള പല നന്മകളും വിശേഷണങ്ങളും പ്രയോജനങ്ങളുമുള്ളവരാണ് യഹൂദന്മാർ. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നൽകപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ സത്യസന്ധതയുടെ ഉപഭോക്താക്കളാണ്, ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടത് അവരുടെ നടുവിലൂടെയാണ്, ദൈവത്തിൻ്റെ ന്യായവും ന്യായവിധികളും അവരുടെ നടുവിലാണ്, ദൈവത്തിൻ്റെ മഹത്വം തേജസ് വിളംബരം ചെയ്യേണ്ടവരാണ് ഇവർ, ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ സൂക്ഷിപ്പുകാരാണ്, ന്യായപ്രമാണം ലഭിച്ചവരാണ്, ദൈവ ശുശ്രൂഷയ്ക്കായി ലോകത്തു നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളുടെ അവകാശിയാണ്. പിതാക്കന്മാർ അവരിൽ നിന്നാണ് വരുന്നത്. ദൈവജനം മശിഹായുടെ ജനമാണ്. പക്ഷേ പ്രയോജനങ്ങൾ, അനുഗ്രഹങ്ങൾ അത് ഉത്തരവാദിത്തമായി അവർ മാറ്റിയില്ല. നമുക്കൊരു അനുഗ്രഹം കിട്ടിയാൽ, ഒരു പദവി കിട്ടിയാൽ അതിനോടൊപ്പം ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിനുവേണ്ടിയാണ് പദവി. ഇവിടെ ഇവർ പരാജയപ്പെട്ടു. യഹൂദന്മാർ മുഴുവൻ പരാജയപ്പെട്ടു. സ്തേഫാനോസിൻ്റെ വാക്കുകൾ കേട്ടാൽ മതി. പ്രവൃത്തികളുടെ പുസ്തകം 7-ാമധ്യായം 37 മുതൽ 53 വരെയുള്ള വാക്കുകൾ. സ്തേഫാനോസിൻ്റെ പ്രസംഗം ന്യായാധിപസഭയോട്. അനുഗ്രഹങ്ങൾ അനവധിയാണ് യഹൂദന്മാർ. പുതിയ ക്രിസ്ത്യാനിക്ക് അനുഗ്രഹങ്ങൾ പലതാണ്. പക്ഷെ അതനുസരിച്ച് അവൻ ഉത്തരവാദിത്തം എടുക്കുന്നില്ല. ലോകത്തോട് സുവിശേഷം അറിയിച്ച് നശിച്ചുപോകുന്ന ജനത്തോട് ക്രിസ്തുവിനെക്കുറിച്ച് അറിയിക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ഇതിൻ്റെ ജ്ഞാനമുള്ളവരാണ്. ആ സ്ഥലത്താണ് അവരെ ചേർത്തത് കർത്താവിൻ്റെ സഭ. പക്ഷേ ജ്ഞാനവർ സ്വീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നത് അറിയിക്കുന്നില്ല. 1 കൊരിന്ത്യർ 10-ാമധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങളും കാണാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ എതിർപ്പ് യഹൂദൻ്റെ. യഹൂദൻ്റെ എതിർപ്പ് എന്തായിരുന്നു? ആദ്യമായിട്ട് അവർ എതിർത്തു, പൗലോസേ നീ ദൈവത്തിൻ്റെ ഉടമ്പടികൾ മറക്കുന്നു. പൗലോസ് ഇല്ല, ദൈവത്തിൻ്റെ ഉടമ്പടികൾ ഞാൻ മറന്നില്ല. അത് നിങ്ങളാണ് മറന്നത്. നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് ഒത്തവണ്ണം നിങ്ങളാണ് ജീവിക്കാത്തത്. ദൈവത്തിൻ്റെ ഉടമ്പടി നിങ്ങൾക്ക് പല പദവികളും വിശേഷതകളും തന്നു. യഹൂദ് എന്ന പേര് കൊണ്ട് നിങ്ങളെ വിളിച്ചപ്പോൾ പല ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് തന്നു, അനുഗ്രഹങ്ങൾ തന്നു, പദവികൾ തന്നു, ശ്രേഷ്ഠമായ പല അവസ്ഥകൾ തന്നു. പക്ഷേ അതനുസരിച്ച് എന്തുകൊണ്ട് ജീവിച്ചില്ല? രണ്ടാമത്തെ എതിർപ്പെന്താണ്? 3-4 വാക്യം റോമലേഖനം 3-ാമധ്യായം. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുവാനും നിൻ്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എഴുതിയിരിക്കുന്ന പോലെ ദൈവം സത്യവാൻ. ഇപ്പോൾ യഹൂദന്മാർ അവർക്ക് നൽകപ്പെട്ട പ്രമാണം വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കാൻ പരാജയപ്പെട്ടു. അപ്പോൾ അവരുടെ പ്രതികരണം ഇതാണ്: ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ. ചിലർ വിശ്വസിച്ചില്ല, ശരി, സമ്മതിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുമോ? എല്ലാവരും വിശ്വസിച്ചിട്ടില്ല, ശരി, സമ്മതിച്ചു. ചിലർ അവിശ്വാസം കാണിച്ചു. പക്ഷെ അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുമോ? ദൈവം അവിശ്വസ്തത കാണിക്കുമോ? ദൈവം അവിശ്വസ്തനല്ല ഈ കാര്യത്തിൽ. വാക്ക് പറഞ്ഞ് ദൈവം പാലിച്ചില്ലല്ലോ. ദൈവം വിശ്വസ്തനാകാം, ഞാൻ നിങ്ങളെ ചുമന്നുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം എന്താ കൈവിട്ടത്? ദൈവത്തിനെ നമ്മളിപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്ത ദൈവം തള്ളിക്കളഞ്ഞ് എന്തുകൊണ്ട്? അപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ, അരുളപ്പാടുകൾ പരമേൽപ്പിക്കപ്പെട്ടു. പക്ഷേ ആ വചനം, അവരുടെ കയ്യിൽ ഏൽപ്പിച്ച വചനം അവർ വിശ്വസിച്ചില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തത അവർ ചോദ്യം ചെയ്തു. ദൈവം അവരുടെ വിശ്വസ്തനായിരുന്നു ദൈവത്തിൻ്റെ വചനം നൽകിയതിൽ. പക്ഷെ അവർ അവിശ്വസ്തരായി. അവരുടെ അവിശ്വാസം, വിശ്വസ്തതയില്ലായ്മ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഒരിക്കലും കുറച്ച് കാണിക്കില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തത ഭംഗം വരില്ല. അവർ അവിശ്വസ്തരായി എന്നുള്ളത് സത്യമാണ്. ദൈവം വിശ്വസ്തൻ തന്നെയാണ്. അപ്പോൾ ദൈവം അവിശ്വസ്തത കാണിച്ചു എന്നുള്ളതാണ് ഇവരുടെ പരാതി.
ദൈവം വിശ്വസ്തനായിരുന്നില്ല. ഞങ്ങൾക്കൊരു വാക്ക് തന്നതാണ്. ദൈവം വാക്ക് പാലിച്ചില്ല. ദൈവത്തിൻ്റെ വാക്ക് മുറിച്ചു കളഞ്ഞു. ദൈവം എന്തിനാണ് അവിശ്വസ്തത കാണിച്ചത്? പൗലോസ് പക്ഷേ ചോദിക്കുന്നത്, നിങ്ങൾ ദൈവത്തെയാണോ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾ അവിശ്വസ്തത കാണിച്ചിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണോ? ഒരിക്കലുമല്ല. പൗലോസിൻ്റെ വാക്കുകൾ ശക്തമാണ്. 4-ാം വാക്യം, നിൻ്റെ വാക്കുകളാൽ നീക്കം ഒരു നാളുമില്ല എന്നൊരു പ്രയോഗമുണ്ട്. യവന ഭാഷയിൽ എഴുതപ്പെട്ട പുതിയത്തിൽ മേ ജനോയിറ്റോ എന്ന് പറയുന്ന യവന വാക്കാണ്. പൗലോസ് ആ വാക്കാണ് ഉപയോഗിച്ച് മറുപടി പറഞ്ഞു, ഒരു നാളുമില്ല. ദൈവം ഒരു നാളും അവിശ്വസ്തനാകില്ല. അങ്ങനെ നമുക്ക് തോന്നാം, ദൈവം അവിശ്വസ്തനായോ എന്ന് തോന്നാം. ദൈവം വാക്ക് പറഞ്ഞിട്ട് പാലിച്ചില്ലല്ലോ എന്ന് തോന്നാം. പൗലോസ് പറഞ്ഞു, ഒരിക്കലും ദൈവം അങ്ങനെ ചെയ്യില്ല. ദൈവം ഒരിക്കലും അവിശ്വസ്തനാകില്ല. ഒരു നാളും അരുത്, ഒരു നാളുമില്ല. ഈ പ്രയോഗം പൗലോസ് പലയിടത്തും ഉപയോഗിക്കും. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ മാത്രമല്ല, 31-ാം വാക്യം, 6-ാം അധ്യായത്തിൻ്റെ 2-ഉം 15-ഉം വാക്യം, 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, 9-ാം അധ്യായം 14-ാം വാക്യം, 11-ാം അധ്യായം 1-ഉം 11-ഉം വാക്യങ്ങളിലൊക്കെ ഏറ്റവും ശക്തമായ യവന ഭാഷയിൽ ശക്തമായ പ്രതിഷേധ സ്വരമാണിത്. ഒരു നാളും അരുത്, ഒരു നാളുമില്ല. മറ്റൊരു ഭാഷകളിലും യവന ഭാഷയിൽ പറയുന്ന ആ വികാരത്തിൻ്റെ ആഴം ഉൾക്കൊള്ളില്ല. പല പരിഭാഷകളിൽ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ യവന ഭാഷയിൽ പറയുന്ന ആ നിഷേധമായ വാക്കിൻ്റെ ആഴം, അതിൻ്റെ ശക്തി, ഗൗരവം ഒരു പരിഭാഷയിൽ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ പൗലോസ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവും വരില്ല. പക്ഷെ നമ്മൾ വിശ്വസ്തരാകണം. നമ്മൾ വിശ്വസ്തരായില്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. അത് ശിക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ദൈവം വാക്ക് പാലിച്ചതാണ് നമ്മളെ ശിക്ഷിച്ചത്, പ്രവാസികളാക്കിയത്, ബന്ധിച്ചു കൊണ്ടുപോകാൻ അനുവദിച്ചത്. ദൈവത്തിൻ്റെ വിശ്വസ്തത തന്നെയാണ്. അതിനൊരിക്കലും മാറ്റം വരില്ല. ഇപ്പോൾ നമ്മൾ എങ്ങനെ ജീവിച്ചാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വാശി പിടിക്കരുത്. നമ്മൾ സത്യസന്ധരല്ലാതെ ജീവിച്ചാലും ദൈവം വിശ്വസ്ത പാലിച്ച് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വാശി പിടിക്കരുത്. ഒരിക്കലുമില്ല. ദൈവം വിശ്വസ്തനാണ്. അനീതി കാണിക്കുന്ന, അവിശ്വസ്ത കാണിക്കുന്ന, കപടത കാണിക്കുന്നവരോട് ദൈവം ആ തരത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. യോജിച്ച നിലയിൽ നമുക്ക് പ്രതികാരം തരും. അവിടെ നീ വിശ്വസ്തനാണ്. നിൻ്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിൻ്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും ദൈവത്തെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ദൈവം ചെയ്യുന്നതെല്ലാം നീതിയും ന്യായവും നിറഞ്ഞതാണ്. ദൈവം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ഇത്രയും നാൾ ദൈവത്തിനുണ്ട് ഞാൻ ജീവിച്ച് ബൈബിൾ ക്ലാസ്സിലെല്ലാം പങ്കെടുത്തിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതിലൊരു നന്മയുണ്ടാകും. ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യവും ദൈവം ചെയ്യില്ല. സത്യസന്ധമായി ദൈവത്തെ കുറ്റപ്പെടുത്താൻ കഴിയുന്ന ഇടവരുന്ന തരത്തിലുള്ള ഒരു സംഗതികളും ദൈവം ചെയ്യില്ല. ദൈവം ചെയ്യുന്നതൊരു നന്മയുണ്ട്. ദൈവം എന്ന് നീതിമാനാണ്, വിശുദ്ധനാണ്, വിശ്വസ്തനാണ്. അപ്പോൾ ഈ വിഷയം നമുക്ക് തുടരാം. ഒരു സാങ്കല്പിക പ്രതിയോഗിയാണ് മുമ്പിൽ നിൽക്കുന്നത്. യഹൂദനെ കുറ്റാരോപണം നടത്തിയപ്പോൾ അവൻ എതിർക്കുകയാണ്. നമ്മളും അങ്ങനെയാണ്. നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഒരാൾ പറയുകയാണ്, നീ കള്ളമാണ്, നീ സത്യമല്ല, നീ യഥാർത്ഥ വിശ്വാസിയല്ല, നീ ആത്മീയനല്ല, നീ സഭയിൽ പോകുന്നുണ്ട്, ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രതികരിക്കും. നമ്മൾ പക്ഷേ തിരിഞ്ഞു നോക്കണം നമ്മുടെ ഉള്ളിലേക്ക്. ആ പറഞ്ഞ ആരോപണത്തിൽ സത്യമുണ്ടോ? ശരിക്കും ഞാൻ യഥാർത്ഥത്തിൽ പുതിയ ക്രിസ്ത്യാനിയാണോ? ദൈവത്തിൻ്റെ വിശുദ്ധമായ ജ്ഞാനം വെളിപ്പെട്ട സഭയിൽ ഞാൻ ആ ജ്ഞാനം താല്പര്യപ്പെടുന്നവനാണോ? ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കൊത്തവണ്ണം ഉത്തരവാദിത്തമുള്ളവനായി ജീവിക്കുന്നുണ്ടോ? എന്നെ ഏൽപ്പിച്ച താലന്തുകൾ ഞാൻ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പറയാം ഞാൻ യഥാർത്ഥത്തിൽ പുതിയ ക്രിസ്ത്യാനിയാണ്. ഇല്ലെങ്കിൽ ആ ആരോപണം സമ്മതിക്കേണ്ടി വരും. നമ്മളൊരു സ്ഥലത്ത് പോയത് കൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയായില്ല. കയ്യിൽ ബൈബിൾ ഉള്ളതുകൊണ്ട് പുതിയ ക്രിസ്ത്യാനിയായില്ല. ക്രിസ്തുവിൻ്റെ അനുയായി ആകണം, ക്രിസ്തുവിനെ അനുഗമിക്കണം, ക്രിസ്തുവിനെ മഹത്വം കൊടുക്കുന്ന ജീവിതം ഉണ്ടാകണം, സുവിശേഷത്തിന് യോഗ്യമായി നടക്കണം. അപ്പോഴാണ് നാം പുതിയ ക്രിസ്ത്യാനിയാകുന്നത്. ദൈവം സഹായികളെ തുടരാം അടുത്ത ദിവസം. താങ്ക് യു.